ഒരു ഡയറ്റ് തുടങ്ങിയാൽ പിന്നെ ചീറ്റ് മീൽ ഇല്ലേ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അവർക്കുള്ളതാണ് ഈ വീഡിയോ. ചീറ്റ് മീൽ എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ ഗോളിനനുസരിച്ചും അതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുമാണ്. എൻ്റെ ഒരു ദിവസത്തെ ചീറ്റ് മീൽ അല്ലെങ്കിൽ ഒരു നേരത്തെ ചീറ്റ് മീൽ എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അത് മിക്കവാറും സാറ്റർഡേ നൈറ്റ് ആയിരിക്കും. ഞാൻ ചീറ്റ് മീൽ കഴിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന്, പ്രോട്ടീൻ വളരെ ഹൈ ആക്കാറുണ്ട്. അതുപോലെ ഫാറ്റ് മോഡറേറ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ലോ ആയിരിക്കും കഴിയുന്നത്. അതുപോലെ വെജിറ്റബിൾസ് ഞാൻ ചീറ്റ് ഡേയിൽ ആഡ് ചെയ്യാറുണ്ട്. ഇറ്റ് ഹെൽപ്സ് യു ടു ഇംപ്രൂവ് യുവർ മെറ്റബോളിസം. ഈ സെയിം പ്രിൻസിപ്പിൾസ് നിങ്ങൾക്കും ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ചീറ്റ് മീൽ കഴിക്കാം, ഒരുപാട് വയർ ചാടാതെ. ഇനി ഞാൻ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ ന്യൂട്രീഷനും കാലറിയും അപ്രോക്സിമേറ്റ് നമുക്ക് നോക്കിയിട്ട് വരാം. ഹാഫ് അൽഫാമും റൊട്ടിയുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. യൂഷ്വലി ഞാൻ ഗ്രിൽഡ് ചിക്കൻ ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്. അൽഫാമിൻ്റെ കാലറി നോക്കിയാൽ അപ്രോക്സിമേറ്റ് 350 to 400 ആയിരിക്കും. അതിലെ പ്രോട്ടീൻ ക്വാണ്ടിറ്റി നോക്കിയാൽ 40 to 50 ഗ്രാം ആയിരിക്കും. അടുത്തതായി ഞാൻ സെലക്ട് ചെയ്തത് മയോണൈസ് ആണ്. മയോണൈസിൽ 1 ടേബിൾ സ്പൂണിൽ ഏകദേശം 80 കാലറീസ് ആണുള്ളത്. ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ടുക്ക് ഓൺലി 1 ടേബിൾ സ്പൂൺ ബിക്കോസ് ദിസ് ഈസ് ഹൈ കാലറി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി ഓപ്ഷൻ. അടുത്തതായി ഒരു റൊട്ടിയിൽ നോക്കുവാണെങ്കിൽ ഏകദേശം 150 കാലറീസ് ആണുള്ളത്. ഐ ടുക്ക് ഓൺലി 1. എന്നിട്ട് ഒരു കൊതി കൊണ്ട് 50 ഗ്രാം മന്തി റൈസോടെ ഞാൻ കഴിച്ചു കേട്ടോ. ഫൈനലി ഐ ഹാഡ് 1 മിന്റ് ലൈം വിത്തൗട്ട് ഷുഗർ. ഇതിൽ നിന്ന് നിങ്ങൾക്കെന്ത് മനസ്സിലാക്കാം? ഇഫ് യു ഹാവ് എ നോളജ് അബൌട്ട് ഡയറ്റ് ആൻഡ് ഇഫ് യു നോ ബേസിക് കാൽക്കുലേഷൻ ഓഫ് ഫുഡ്, യു ക്യാൻ ഓൾസോ ആഡ് യുവർ ഫേവറേറ്റ് ഫുഡ്സ് ഇൻ യുവർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇതൊക്കെ പഠിക്കണമെങ്കിൽ പേടിക്കേണ്ട. ജൂൺ 20 നമ്മുടെ ഒരു സ്പെഷ്യൽ ബാച്ച് NRIസിന് വേണ്ടി മാത്രം തുടങ്ങുന്നുള്ളൂ. താല്പര്യമുള്ളവർ DM me.